disco never dies. എല്ലാ മാന്യപ്രേക്ഷകർക്കും മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ മത്സരം 5ാം വാരത്തിലേക്ക് കടക്കുവാണ്. നമ്മൾ 14 മ്യൂസിക്കൽ വൈസ് ആയിട്ടാണ് നമ്മുടെ ഈ സംഗീത യാത്ര ആരംഭിച്ചത്. ഈ 5ാം വാരത്തിൽ എത്തി നിൽക്കുമ്പോൾ 12 പേരാണ് ഇന്നിവിടെ അവരുടെ കഴിവ് മാറ്റൊരുക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മത്സരാർത്ഥികളുടെ മത്സരം നടക്കുന്നത്. ഒന്ന് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ റൗണ്ട്, 2 റൊമാൻറ്റിക് സോങ് റൗണ്ട്. അപ്പോൾ ഇവരിൽ ആരൊക്കെ അടുത്ത വീക്കിലോട്ട് സേഫ് ആകും, അല്ലെങ്കിൽ ആരൊക്കെ ഡേഞ്ചർ സോണിലാകും എന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇന്ന് മത്സരിക്കാനായിട്ട് നമ്മുടെ 12 മ്യൂസിക്കൽ വൈസ് റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസിന് വിധി എഴുതാനുള്ള നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ആശ ശരത്, മഞ്ജരി ആൻഡ് ഗായത്രി. അല്ലയോ സുന്ദരികളെ, നിങ്ങൾ എന്താണ് പഴയ പാട്ടിന് പുതിയ ചൂടുകൾ? എന്തായാലും എന്റെ മനം കവർന്നു. വഴിപോക്കനല്ല, ഞാനിവിടെ പരിപാടി അവതരിപ്പിക്കാൻ വന്നത്. നിങ്ങൾ പഴയ പാട്ടിന് ചൂട് വെച്ചപ്പോൾ ഞാൻ പഴയ സ്റ്റൈലിൽ പരിപാടി അവതരിപ്പിക്കുന്നു. എന്താ ഈ പൂവാലിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ? ഞാനൊരു പൂവാലനല്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ പൂവാലനാണെങ്കിൽ തന്നെ എന്റെ പ്രായത്തിലുള്ളവരെ നോക്കൂ, നിങ്ങൾ സേഫാ. ഓ, എന്താണാവോ പേര്? എന്റെ പേര് ഡെയിൻ. ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ സംഗീതം. നിങ്ങൾ പാട്ട് പാടുന്ന ആൾക്കാരാണോ? അല്ല അല്ല, ഡാൻസ് കളിക്കുന്നവര്. ഞാൻ നടത്തുന്ന പരിപാടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജഡ്ജായിട്ട് ഇരിക്കാം. കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ? കണ്ടീഷൻസ് ഒന്നുമില്ല, എന്നെ പറ്റി പുകഴ്ത്തി പറയണം, അത് മാത്രം. അയ്യോ, അത് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് നുണ പറയാൻ സാധ്യതയില്ല, ഞങ്ങൾക്ക് താല്പര്യവുമില്ല. എങ്കിൽ കാനഡയിലുള്ള ഒരു വ്യക്തിയോട് മാത്രം നുണ പറയാൻ സാധിക്കുമോ? ചിലപ്പോ സാധിക്കും അല്ലേ? ഓക്കെ. അപ്പൊ 3 പേരെയും മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തായാലും നിങ്ങൾ 3 പേരും നല്ല നല്ല ഭംഗിയുണ്ട്, നല്ല ഐശ്വര്യമുണ്ട്. പതിവ് പോലെ തന്നെ സുന്ദരികൾ, നല്ല മാല, നല്ല സാരി. എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഇന്ന് മൊത്തം നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് പിടിക്കാന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്, നല്ല സുന്ദരക്കുട്ടനായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ വാശിയുടെ പോരാട്ടം തുടങ്ങിയാലോ? തീർച്ചയായിട്ടും തുടങ്ങണ്ടേ, അതിനല്ലേ എല്ലാരും കാത്തിരിക്കുന്നത്. എല്ലാരും അതിനു വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും അവരുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് നമ്മുടെ എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം ആരംഭിക്കാം, അല്ലേ? 3 പേര് ഇതാ നമ്മുടെ ഇരിപ്പിടങ്ങളിലേക്ക് വിടുകയാണ്. നമ്മുടെ വാശിയുടെ പോരാട്ടം ഉടൻ തന്നെ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, തുടങ്ങാം. ഓക്കെ. കഴിഞ്ഞ 4 ആഴ്ചകളായിട്ട് നമ്മുടെ മത്സരാർത്ഥികളെ വാശിയുടെ പോരാട്ടം നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ മലയാളികൾക്ക് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിനെ പറ്റിയാണ് സംസാരം. നമ്മുടെ മത്സരാർത്ഥികളെ പറ്റി, ജഡ്ജസിനെ പറ്റി, എന്തിന് എന്നെ പറ്റി പോലും ആൾക്കാർ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു. ആശയച്ചിയുടെ ഓർണമെന്റ്സിനെ പറ്റി, ആ കോസ്റ്റ്യൂം സെൻസ്, മധുചേട്ടന്റെ ആ ഒരു സ്റ്റൈലിംഗ് സെൻസ്, മഞ്ജരിയുടെ ആ ക്യൂട്ട്നെസ്, നമ്മുടെ ഗായത്രിയുടെ ആ ബോൾഡ്നെസ്, എന്റെ ടാലന്റ്, അങ്ങനെ നമ്മുടെ ഈ ഷോയെ പറ്റി എന്റെ ടാലന്റ്, ഈ ഇത്തരത്തിൽ നമ്മളെ പറ്റിയാണ് നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് പ്രേക്ഷകരുടെ സ്നേഹമൊക്കെ നേരിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. മ്യൂസിക്കൽ വൈഫ്സിന് കൺഗ്രാജുലേഷൻ. അല്ല, നിങ്ങൾക്ക് ഇന്നത്തെ റൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? ഇല്ല. 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മത്സരം നടക്കുന്നത്. ഒന്ന് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് റൗണ്ട്, 2 റൊമാൻറ്റിക് സോങ് റൗണ്ട്.
അപ്പോ ഏത് റൗണ്ടിലാണ് ഈ റൊമാൻറ്റിക് സോങ് റൗണ്ടിൽ അവരുടെ കൂടെയുള്ളവര് വരുമോ? വരുമോ എന്നറിയില്ല. വരേണ്ടവർക്ക് വരാം, വരാതിരിക്കേണ്ടവർക്ക് വരാതിരിക്കും. ഞാനുണ്ടല്ലോ. പിന്നെ ബാക്കി അവര് മറുപടി തന്നോളൂ ഹസ്ബൻഡ്സ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണാം എന്തും സംഭവിക്കാം ഈ റൊമാൻറ്റിക് റൗണ്ടിൽ. അപ്പൊ പെട്ടെന്ന് വിളിക്കൂ. പിന്നെ നിങ്ങളുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ ഒന്ന് മനസ്സിലൊന്ന് കുറിച്ചിട്ടോളൂ കേട്ടോ. നമുക്ക് അതിനെ പറ്റിയൊക്കെ സംസാരിക്കണം വിശദമായിട്ട്. എന്താ ചേച്ചി? പിന്നെന്താ സംസാരിക്കാം. ഓക്കെ, അപ്പൊ 2 റൗണ്ടുകളിൽ ഇന്നത്തെ ദിവസം അവർ ഏത് റൗണ്ടിലാണ് മത്സരിക്കേണ്ടത് എന്നുള്ളത് അവർ ലോട്ടെടുത്താണ് തീരുമാനിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം ആരംഭിച്ചാലോ? ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? വിളിക്കൂ. തീർച്ചയായിട്ടും ചെയ്യാം. എങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീകുട്ടി ശ്രീനാഥ്. എനിക്ക് ഈ വീക്ക് കിട്ടിയിരിക്കുന്നത് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ റൗണ്ടാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ഈ റൗണ്ട് കിട്ടി. ഈ റൗണ്ടിൽ ഞാൻ പാടുന്നത് ബാബുരാജ് മാഷിൻ്റെ തളിരിട്ട കിനാക്കൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. കഴിഞ്ഞ വീക്ക് എനിക്ക് ഗോൾഡൻ ബസർ കിട്ടി, ഗോൾഡൻ ചെയറിൽ ഇരിക്കാൻ പറ്റി. അങ്ങനെ ഈ റൗണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ജഡ്ജസിന് വീഴ്ത്താൻ വേണ്ടിട്ടാണോ? ജഡ്ജസിന്റെ അതേ കളറുള്ള ഡ്രസ് ഒക്കെ ഇട്ട് വന്നത്? അതെ, യൂണിഫോം മനപ്പുറത്താണോ? പറഞ്ഞ് മാച്ച് ചെയ്തിട്ടതാ. ശരി, ഗായുന് മാത്രം കിട്ടാത്തോണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങള് 4 പേര് ഒത്തു വന്നതായിരുന്നു. അല്ല, ശ്രീകുട്ടി കഴിഞ്ഞ തവണ ഗോൾഡൻ ചെയർ കിട്ടിയതാണല്ലോ. അപ്പൊ ജഡ്ജസിനോട് എടുത്തിരിക്കുന്ന കാരണം ജഡ്ജസിന്റെ പോലെ ഡ്രസ് ഇട്ട് വരാൻ അങ്ങനെയൊന്നും ചേച്ചി പറഞ്ഞ പോലെ. ഓക്കെ, ശരി. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ആ ഗോൾഡൻ ചെയർ നിലനിർത്തുമോ? ശ്രമിക്കാം. ഓക്കെ, ഇന്ന് ഏത് റൗണ്ടാണ് ലോട്ടെടുത്ത് കിട്ടിയത്? ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ റൗണ്ട്. ആരാണ് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ? ബാബുരാജ് മാഷ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഗോൾഡൻ ചെയർ. ഓക്കെ, ശ്രീകുട്ടി ഗംഭീരാക്ക. താങ്ക് യു ചേച്ചി. തളിരിട്ട
കൊതിത്തിടുന്നതാർക്കു വേണ്ടി തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. Musical Vibe. A Musical Vibe Mega Final. ഇങ്ങനെ നന്നായി പാടാൻ പറ്റിയില്ലേ? കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റി. കുഴപ്പമില്ലാതെ പാടാൻ പറ്റി, പക്ഷെ നമുക്ക് ആ ഗോൾഡൻ ബസ് കിട്ടിയില്ല അല്ലേ? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഈ ഒരാഴ്ച പാടിയതിന്റെ പാട്ടിനെ കുറിച്ച് നമുക്ക് മഞ്ജരി തുടങ്ങിക്കോളൂ. ശ്രീകുട്ടി ഇന്ന് തിളങ്ങാണ് ശരിക്കും. നല്ല തിളക്കുള്ളൊരു പാട്ട് എടുത്തുകൊണ്ട് വന്നു. സൂപ്പറായിരുന്നു. താങ്ക് യു ചേച്ചി. എസ്പെഷ്യലി ഞാൻ നേരത്തെ ആശ ചേച്ചിയുടെ ഈ ഒരു ഇപ്പത്തെ ഈ മാലയും കമ്മലും ഒക്കെ ഞങ്ങൾക്ക് തന്നു തുടങ്ങിയതിന് ശേഷം ഇപ്പം എല്ലാവരുടെയും മാലയും കമ്മലും നോട്ടം നല്ല തിളക്കുള്ള വളയും കമ്മലും എല്ലാം അപ്പം ഭംഗിയായിട്ടുണ്ട് കാണാൻ. നല്ല ഒരു എപ്പോഴും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബാബുരാജ് മാഷിന്റെ ഒരു പാട്ട്. മാഷിന്റെ പേര് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടാണ് തളിരിട്ട കിനാക്കൾ. അസലായിട്ട് പാടി ശ്രീകുട്ടി. എനിക്ക് തോന്നിയത് കുറച്ചൊരു പരിഭ്രമം പോലെ തോന്നി. തുടക്കവും എല്ലാ സാധനവും തുടങ്ങാൻ ഒരു 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 ടെൻഷൻ ഉള്ളില്. ഫ്ലോറിന്റെ പ്രശ്നമാണോ? ഈ ഫ്ലോറിന്റെ ഇതേ ഫ്ലോറിൽ തന്നെ പാട്ടുപാടി വിജയിച്ച ആളല്ലേ? അല്ല, ഇവിടെ അല്ലേ നിന്നിട്ട് ഗോൾഡൻ ചെയർ അടിച്ചു. അന്ന് കൂടെ ആളുണ്ടായിരുന്നു, ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ലേ. കൊറേ എനിക്ക് തോന്നിയത് സംഗതികള് കുറച്ച് എക്സ്ട്രാ വന്നതുപോലെ തോന്നി. ഈ വിറയല് കാരണം അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. ഈ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് ഞാനൊക്കെ ഗസൽസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗ സ്കെയിലാണ്. അപ്പം रंजिश ही सही दिल ही दुखाने के लिए रंजिश ही सही दिल ही दुखाने के लिए रंजिश ही सही छोड़ के जाने के लिए रंजिश ही सही फिर से मुझे छोड़ के जाने के लिए रंजिश ही सही आज जान की जिद ना करो, यूं ही पहलू में बैठे रहो, यूं ही पहलू में बैठे रहो, आज जाने की जिद ना करो, आज जाने की जिद ना
करो रे ग रे नि ध नि रे सा സൂപ്പർ. രണ്ട് ചക്കരകൾക്കും എന്റെ ഉമ്മ 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 ഉമ്മ. താങ്ക് യു. രണ്ടുപേരും കൂടി നമ്മുടെ മനസ്സ് നിറഞ്ഞു. മനസ്സ് നിറച്ച് ശരിക്കും അതിന് ശ്രീകുട്ടിക്ക് ഒരു വലിയ താങ്ക് യു. ശ്രീകുട്ടി ബാബുഖാന്റെ ഈ ഒരു പാട്ടേ അതിന്റെ ഒരു ജോഷിലാണ് എല്ലാം. അപ്പൊ ശ്രീകുട്ടി നന്നായി പാടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ജോഷ് പാടാനുള്ള ജോഷ്. ശരി, ഓക്കെ. അപ്പോ ഗായത്രി, ബ്യൂട്ടിഫുൾ വോയിസ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷൻ. പറഞ്ഞ മാതിരി ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറാണ് ബാബുരാജ് മാഷ് എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കുറച്ചുകൂടി ഒരു കൺവിക്ഷനോട് കൂടി ചില സംഗതികൾ പാടായിരുന്നു, പക്ഷെ അത് മാറ്റിക്കഴിഞ്ഞാൽ റിയലി ലവ്ലി, വെരി ഗുഡ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ആശ ചേച്ചി. ശ്രീകുട്ടി, ആദ്യം തന്നെ ഈ പാട്ട് പാടിയതിന് വലിയൊരു താങ്ക് യു. ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. മോള് രസമായിട്ട്, വളരെ രസമായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഞാൻ മധുവിന് പകരം ഞാൻ പറയാം, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട്, നല്ല വേഷം, നല്ല കമ്മൽ, നല്ല ചിരി, എല്ലാം സൂപ്പർ. എന്തായാലും ഇവിടെ മധുചാട്ടില്ലാത്തതിന്റെ കുറവ് നിങ്ങൾ മൂന്നുപേരായിട്ട് മധുചാട്ടിന് വേണ്ടി ഓരോ പോയിന്റ് വെച്ച് പറഞ്ഞ് നമ്മൾ ആ മധുചാന്റെ കുറവ് നമ്മൾ നികത്തിയിട്ടുണ്ട്. മധുചാട്ടാ ഇപ്പൊ എവിടെയോ UK എന്തോ ആണ് ആള് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഓടി ഇവിടേക്ക് വരും അല്ലേ? അതെ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കിനി റിസൾട്ട് ഒന്നും അറിയാനില്ല. എന്തായാലും ഈ ഒരാഴ്ച സേഫ് ആണ്. പക്ഷെ അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, ഒറ്റയ്ക്ക് പാടണം, പാടി തെളിയണം. ഓക്കെ, ആരും കൂട്ടിനുണ്ടാവില്ല. അവിടെ ഇരിക്കുന്ന 3 പേര് ഒറ്റയ്ക്ക് പാടി തെളിഞ്ഞവരാ. അല്ല, ഇവര് പാടി, ഞാൻ ഡാൻസ് ചെയ്ത് ഞാനും ഡെയിനും ഡാൻസ് ചെയ്ത് തെളിഞ്ഞു. ഡാൻസ് ചെയ്ത് തിളങ്ങി. അവര് പാട്ട് പാടി. അവര് പാട്ട് പാടി. അങ്ങനെ ഒറ്റയ്ക്ക് തെളിയണം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ അവിടെ പോയി ആ ഗോൾഡൻ ചെയറിൽ കിരീടം വെച്ചിരുന്നോളൂ കേട്ടോ. ആ ഗോൾഡൻ ചെയർ നേടിയെടുക്കാൻ വേണ്ടി അടുത്ത മത്സരാർത്ഥി ഇങ്ങനെ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥി വിളിക്കാം. അടുത്ത മത്സരാർത്ഥി എന്ന് പറയുന്നത് ചാപ്റ്റർ 4-ലെ ഫസ്റ്റ് റണ്ണറപ്പ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത ജയകുമാർ. എനിക്ക് കിട്ടിയിരിക്കുന്നത് റൊമാൻറ്റിക് സോങ് റൗണ്ടാണ്. ഈ റൗണ്ടിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സോങ് വെള്ളിത്തിര എന്ന മൂവിയിലെ കുടമുല്ല കടവിൽ എന്ന സോങ്ങാണ്. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഡേഞ്ചർ സോണിലൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സോങ്ങും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കിനി ഫ്ലോറിൽ കാണാം. അമൃത, അവിടെ ഒരാൾ ഗോൾഡൻ ചൈൽഡിൽ ഇരുന്നിട്ട് വേറെ ആർക്കും ആ ഗോൾഡൻ ചൈൽഡും ആ കിരീടം കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുക. അമൃതയുടെ പ്രാർത്ഥന എന്താ? കിട്ടണേ എനിക്കും. അത് ഈ ആഴ്ച കിട്ടണം. നേടിയെടുക്കൂലേ? ശ്രമിക്കൂ. ഏത് റൗണ്ടാണ് ഇപ്പൊ ലോട്ടെടുത്ത് കിട്ടിയത്? റൊമാൻറ്റിക് സോങ് റൗണ്ടാണ്. റൊമാൻറ്റിക് സോങ് റൗണ്ടാണ്. ആരോടാണ് റൊമാൻസ്? എന്റെ ഹബ്ബിയോട്. ഹബ്ബി വന്നിട്ടുണ്ടോ? ഹബ്ബി എത്തുന്നുള്ളൂ. എന്തായാലും ഈ പാട്ട് കഴിയുമ്പോഴേക്ക് എത്തും. അപ്പോ പാട്ടിന്റെ ക്ലൈമാക്സോട് കൂടിയിട്ടായിരിക്കും ആളുടെ എൻട്രി? ചിലപ്പോ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ആ വരവിനായി ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുന്നു. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? വെള്ളിത്തിര എന്ന മൂവിയിലെ കുടമുല്ലക്കടവിൽ. താങ്ക് യു.
അങ്ങനെ പാട്ട് പാടി മഴ പെയ്യിപ്പിക്കുന്ന പോലെ ഭർത്താവിനെ ഇവിടെ വരുത്തി. പാട്ട് പാടുമ്പോ അഭിമാത്രമായിരുന്നു മനസ്സിൽ. അതെ അതെ. ലാസ്റ്റ് എന്തോ ഒരു റിയാക്ഷൻ ഇട്ടായിരുന്നല്ലോ പാട്ട് കഴിഞ്ഞപ്പോ. നീയും പോരുന്നു. എന്നിട്ട് എന്താ അദ്ദേഹം പോരാഞ്ഞ കൂടെ? പുള്ളി അവിടുന്ന് വീട്ടിൽ നിന്ന് പോകുന്ന. ശരി, ഓക്കെ. നമ്മുടെ നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ല, നന്നായിട്ട് പാടാൻ പറ്റും. ഫീലോടുകൂടി പാടാൻ പറ്റും. ഫീലോടുകൂടി പാടാൻ പറ്റും. ആളെ മനസ്സിൽ വിചാരിച്ച് പാടിയോണ്ട് നല്ല റൊമാൻറ്റിക് ആയിട്ട് പാടാൻ പറ്റും. എന്തോ നന്നായി പാട്ട് പാടിയപ്പോ അല്ലേ? അതെ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ആ നന്നായി പാട്ടിനെ കുറിച്ച് നമുക്ക് ഗായത്രിയിൽ നിന്ന് തുടങ്ങാം. ഗായത്രി. എക്സലന്റ് സിംഗിങ്. താങ്ക് യു. ഇന്ന് എസ്പെഷ്യലി എനിക്ക് മോളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായി. അതായത് അവിടെ വന്നിരുന്നിട്ട് യു ജസ്റ്റ് ഓൺഡ് ദ സ്റ്റേജ്. പിന്നെ ഈ പാട്ട് വളരെ ഹൈ രജിസ്റ്ററിലേക്ക് പോകുന്ന പാട്ടാണ്, പക്ഷെ ആ ഒരു റേഞ്ചൊക്കെ എന്ത് അനായാസമായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. വളരെ നന്നായി പാടി. ലിറിക്സിന്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം തോന്നി. അതായത് കല്യാണ ഘോഷം, ആ ഘ എന്നുള്ളത് ക്ലിയർ ആയിരുന്നില്ല, ഗോ എന്നുള്ള മാതിരിയാണ് വരേണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞാൽ സിംഗിങ് അമേസിങ്. താങ്ക് യു സോ മച്ച്. മഞ്ജരി. അമൃത അസലായിട്ട് പാടി. താങ്ക് യു മാം. ഇവിടെ ആടി മറിഞ്ഞ് തകർത്ത് കളഞ്ഞു. ഇടയിൽ ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, ഗവണൊക്കെ വെച്ചൊരു ഒരു ചെറിയൊരു സ്റ്റെപ്പ്. പക്ഷെ അസാധ്യമായിട്ട് പാടി. വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് മാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ട് അതിഗംഭീര. ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഫുൾ ഓർമ്മ വന്ന സുജാ ചേച്ചിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുജാ ചേച്ചിയുടെ പാട്ടുകളൊക്കെ. ആ ഒരു ഫീല് മോള് പാടിയപ്പോൾ കിട്ടിയിരുന്നു. നല്ല രസമുണ്ടായിട്ടോ. പാട്ടും ആളും എല്ലാം സൂപ്പർ, അമേസിങ്. താങ്ക് യു ചേച്ചി. നീ വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലോ? സംസാരിക്കാം. നമുക്ക് ഈ പ്രാവശ്യം ഗോൾഡൻ ബസർ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഗോൾഡൻ ചെയർ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ചെയർ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പാട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അമൃത ഈ ഒരു റൗണ്ട് തരണം ചെയ്യുമോ ഇല്ലയെന്നൊക്കെ നമ്മൾ അറിയാൻ പോകുന്നത്. അമൃത, എന്തായാലും വീട്ടിൽ നിന്ന് അനിയത്തിയും അമ്മയും ഹസ്ബൻഡും മോളും എല്ലാവരും വന്നിട്ടുണ്ട് അല്ലേ? ഈ പാട്ട് ഇതിനു മുമ്പ് പാടിയിട്ടുണ്ടോ അതോ ഈ ഒരു പെർഫോമൻസിന് വേണ്ടി പഠിച്ച്? അറിയുന്നായിരുന്നു, പക്ഷെ ഞാൻ ആദ്യമായിട്ട് പെർഫോം ചെയ്യാണ് ഈ പാട്ട്. ആദ്യമായി പെർഫോം ചെയ്ത പാട്ടിൽ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നോ? ഉണ്ടെന്നാണ് ഗായത്രി പറഞ്ഞത്, ചെറിയ വാക്കുകളുടെ ഉച്ചാരണം അല്ലേ? സേഫ് ആയിരിക്കോ? സേഫ് ആകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ? മഞ്ജരി, സേഫ് ആയിരിക്കോ? അമൃതയ്ക്ക് എന്ത് തോന്നുന്നു ഞങ്ങളുടെ ഒരു ജഡ്ജ്മെന്റ് കണ്ടിട്ട്? സേഫ് ആയിരിക്കോ? സേഫ് ആയിരിക്കും. സേഫ് ആയിരിക്കും. സേഫ് ആയിരിക്കും. സേഫ് ആയിരിക്കും അല്ലേ? സേഫ് ആയിരിക്കും. ആയിരിക്കും അല്ലേ? സേഫ് ആണ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ 5ാമത്തെ വീക്കാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു വീക്കും തരണം ചെയ്ത് അടുത്ത വീക്കിലോട്ട് സേഫ് ആയി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഗോൾഡൻ ബസർ കിട്ടണം. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം, അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഈ പ്രണയത്തെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോ നിങ്ങൾ 3 പേരും നിങ്ങളുടെ പ്രണയകാലത്തെ പറ്റിയും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രണയം മനസ്സിൽ വന്നിരുന്ന സമയത്തെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ ആലോചിച്ചിരുന്നോ മഞ്ജരിയുടെ പ്രണയത്തെ പറ്റി 2 വാക്ക്? എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും തലമുതിർന്ന ആള് ആശ ചേച്ചി അല്ലേ? വയസ്സായവര് ലാസ്റ്റ്. അല്ല, പ്രണയം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ളത്. എസ്പെഷ്യലി കലാകാരന്മാർക്കൊക്കെ പ്രണയം എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ആ ഒരു മഞ്ജരിയുടെ കാര്യം പറയൂ. കലയോടുള്ള ഒരു പ്രണയം എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ആ പ്രണയം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടും കലാകാരന്മാരെല്ലാവരും റൊമാൻറ്റിക് ആണ്. അല്ല, മഞ്ജരിയുടെ ഇപ്പൊ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു മെമ്മറി പ്രണയവുമായി ബന്ധപ്പെട്ട്? എന്നെ പ്രൊപ്പോസ് ചെയ്ത സമയത്ത് എന്റെ ക്ലാസ്മേറ്റ് തന്നെയാണല്ലോ. അപ്പം അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ബന്ധം ഞാനോ എന്റെ ഈ പറയുന്ന ഹസ്ബൻഡുമായിട്ട് ഇല്ലായിരുന്നു, ജെറിനുമായിട്ട് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു വികാരം ഉണ്ടെന്നുള്ളത്. അങ്ങനെയാണ് ആദ്യം പ്രൊപ്പോസ് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരിക്കലും പാടി കേൾക്കാത്തൊരു വ്യക്തി സുന്ദരി കണ്ണാൽ ഒരു സേതി എന്ന് പറഞ്ഞ പാട്ട്, തമിഴ് പാട്ട്, അത് എത്രയോ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് ആ പാട്ട് എനിക്ക് പാടി റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നു കേൾക്കാൻ വേണ്ടി. ഓക്കെ,
അത് നല്ലൊരു റൊമാൻറ്റിക് മൂവ് ആയിരുന്നു. നല്ലൊരു റൊമാൻറ്റിക് മൂവ് ആയിരുന്നു. പല പ്രാവശ്യവും റൊമാൻറ്റിക് ആയിട്ടുള്ള ലൈൻസ് എന്നോട് പറഞ്ഞിട്ട് വീഴ്ത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്രയും മാത്രമുള്ള ബുദ്ധി എനിക്കില്ലാത്തതുകൊണ്ട് അതൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ നേരിട്ട് പറഞ്ഞപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. തിരിച്ചെന്തെങ്കിലും റിപ്ലൈ പോലെ ഒരു പാട്ടോ അല്ലെങ്കിൽ ആ പാടിയതിന് പ്രത്യുപകാരം ചെയ്യുന്ന പോലെ ആ സമയത്ത് നമ്മളിതൊക്കെ ആസ്വദിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമുക്കൊരു പ്രത്യുപകാരം ചെയ്താലോ? അദ്ദേഹത്തിന് ഇപ്പൊ ഒരു 4 വരി ഇപ്പൊ ഞാൻ എപ്പോഴും പാട്ടാ. ഇപ്പൊ പബ്ലിക്കായിട്ട് നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ. മഞ്ജിരി ഹസ്ബൻഡിന് പാടി കൊടുക്കുന്ന പാട്ട് അതായിരിക്കണം നമ്മുടെ തമിഴിൽ പോകേണ്ടത്. നിലാവിൻ്റെ തൂവൽ തൊടുന്ന പോലെ നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ പ്രണയാർദ്രമാം നിന്റെ മിഴി വന്നു ഹൃദയത്തിൽ ഒരു മാത്രമിന്നി മറഞ്ഞു പോയി ഒരു വാക്ക് ചൊല്ലി കടന്നു പോയി നിലാവിൻ്റെ തൂവൽ തൊടുന്ന പോലെ നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ. പുള്ളി ഇതിപ്പോ കേട്ടിരിക്കുമായിരിക്കും അല്ലേ? അതെ, കേട്ടിരിക്കും. റൊമാൻറ്റിക് ഫീലായിരിക്കും. അപ്പൊ എന്തായാലും ഗായത്രിയും ആശിച്ചേച്ചിയും നമ്മൾ വെറുതെ വിടുന്നില്ല. എന്തായാലും കുറച്ച് പാട്ടുകൾ കഴിയട്ടെ, എന്നിട്ട് വഴിയെ നിങ്ങളിലേക്ക് ഞാനായിരുന്നു ആദ്യ തീര മഞ്ജരിയായിരുന്നു. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആതിര രജീഷ്. എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ റൗണ്ടാണ്. രമേശ് നാരായൺ സാറിൻ്റെ കണ്ണോട് കണ്ണൂർ എന്നുള്ള പാട്ടാണ് പാടുന്നത്. ശ്രേയ ഘോഷലാണ് പാടിയിട്ടുള്ളത്. നന്നായി പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആതിര, എന്തോ ഇത്രയും നാളെ ഞാൻ ആതിര പി ടി എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ന് ആതിര രജീഷ് ആക്കി. എങ്ങനെ സന്തോഷമായോ? സന്തോഷായി. ഓക്കെ. എങ്ങനെ നന്നായി പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത്? ടെൻഷൻ ഒന്നുമില്ല. ഈ പ്രാവശ്യം നമുക്ക് ഗോൾഡൻ ചെയർ ആയിരിക്കണം. ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ റൗണ്ടാണ് അല്ലേ? ആരാണ് മ്യൂസിക് ഡയറക്ടർ ഫേവറേറ്റ്? രമേശ് നാരായൺ സാർ. ഓക്കെ. സാറിന്റെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? കണ്ണോട് കണ്ണൂരം. ആഹാ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നന്നായി പാടൂട്ടോ മോളെ.
വെരി നൈസ്, നന്നായി. അതിലാ എന്തോ നന്നായി പാടാൻ പറ്റിയോ? ആ കഴിഞ്ഞ വീക്കായിരുന്നോ ഈ വീക്കായിരുന്നോ ബെറ്റർ? അയ്യോ അത് ഈ വീക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിനെ കൂടെ ചോദിക്കാം. മഞ്ജരി, സൂപ്പർ ആയിട്ടുണ്ട് കാണാനും പാടിയതും. താങ്ക് യു ചേച്ചി. രമേശ് നാരായൺ സാറിന്റെ കോമ്പോസിഷൻസിന്റെ ഒരു പ്രത്യേകത ഇതാണ്. അദ്ദേഹം നമ്മൾ അറിയാവുന്ന രാഗമായിരിക്കും, ഭീംപ്ലാസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു രാഗമാണ്. പക്ഷെ അത് അതിൻ്റെ ഒരു രീതി അദ്ദേഹം ചെയ്തു കൊണ്ടുവന്ന പാട്ട് അത് നമുക്ക് കേട്ടാൽ വേറെ തന്നെ ഒരു പാട്ടായിട്ട് തോന്നും. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ആതിര സ്ഥലമായിട്ട് പാടുകയും ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതലും തോന്നിയത് സംഗതികളിലാണ് കുറച്ചൊരു ഒരു കോൺസെൻട്രേഷൻ തെറ്റിയത്. ലാസ്റ്റ് പല്ലവിയിൽ ഒരു സംഗതി ശരിയാവാണ്ടിരുന്നപ്പോഴത്തേക്ക് അടുത്തതും കൂടെ അങ്ങ് പോയി. അപ്പോൾ ഇതാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് പേസ് ശരിയാക്കി എടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗായത്രി. മോളെ നന്നായി പാടി. താങ്ക് യു ചേച്ചി. ഈ പറഞ്ഞ മാതിരി ഗംഭീര പാട്ട് സെലക്ഷൻ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഈ പാട്ട് ഒരു വേദിയിൽ കേൾക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കേട്ട് കഴിഞ്ഞപ്പം. ഇതിന് കർണാട്ടിക്കിൽ എന്താ പറയാന്നറിയോ ഈ രാഗത്തിന്? ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ഏതെങ്കിലും കീർത്തനം ഉണ്ടോ കർണാട്ടിക് കൃതി ഫേമസ്? ഞാൻ അത്രക്കൊന്നും പഠിച്ചിട്ടില്ല. അല്ലല്ല, പഠിക്കേണ്ട കാര്യമില്ലല്ലോ. നഗുമോ? ഒരു മോശമായി പോയില്ലേ കുട്ടിനടക്കം കിട്ടി. കുറച്ച് ഒന്നൊരു അവയർനെസ് വേണം. കുറച്ച് രാഗങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാനിതെല്ലാം ഇങ്ങനെ ഇപ്പം നാളെ തദരീനാന്ന് പറഞ്ഞിട്ട് കച്ചേരി തുടങ്ങണം എന്നല്ല പറയണത്. കുറേ ബ്യൂട്ടിഫുൾ പാട്ടുകളുണ്ട് ഈ രാഗത്തിൽ. ഭീംപലാസ്. ഓക്കെ, വെരി ഗുഡ് മോളെ. താങ്ക് യു ചേച്ചി. ചേച്ചി. ആതിരക്കുട്ടി, എന്തോ ഞാൻ ഗായത്രി പറഞ്ഞെന്ന് ചോദിച്ചു നോക്കട്ടെ. ഇത്ര നന്നായിട്ട് പാടാൻ കഴിവുള്ള സ്വരസ്ഥാനങ്ങളാണെങ്കിലും ഭയങ്കര സ്വീറ്റ് വോയിസും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ഗായികയാണ്. പിന്നെ എന്താ മോള് ക്ലാസിക്കൽ വളരെ സീരിയസ് ആയിട്ട് പഠിക്കാത്തത്? പഠിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അടുത്താണ് തുടക്കം പഠിച്ചത്. അതിനുശേഷം പിന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എൻ്റെ അമ്മ ഒരു സിംഗറായിരുന്നു, ബാലെ ട്രൂപ്പിലൊക്കെ പോയിരുന്നു. അപ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് പാട്ടിലെവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞത് ഇങ്ങനെ ഒരു എന്തായാലും ഒരു ജോലിയൊക്കെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ എനിക്ക് പിന്നെ ഞാനും അനിയത്തിയായിരുന്നു. അപ്പോൾ അത് കാരണം അച്ഛനും അമ്മയും കുറച്ച് ഏജ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ജോലിയിലേക്ക് വേണമെന്നൊരു അങ്ങനെ ഒരു ചിന്തയായിപ്പോയി. പാട്ട് പിന്നെയും പഠിക്കാമെന്ന് വെച്ച് ഇരുന്നു. പിന്നെ അങ്ങനെ തിരിഞ്ഞു പിന്നെ പഠിക്കാമെന്ന് വെച്ചാൽ പിന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ മോളുടെ പാട്ടിങ്ങനെ കേട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് കലകൾക്ക് സമയമില്ലല്ലോ, പ്രായമില്ലാത്തൊരു കാര്യമാണ്. 75 വയസ്സുള്ള ഒരു അമ്മയെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. കാര്യം അവർക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. അപ്പോൾ അതിന് കലകൾക്കൊരു പ്രായമില്ല. എപ്പോഴാണെങ്കിലും നമുക്ക് അറിവ് ഗുണം ചെയ്യും. ഇനിയും മോൾക്ക് പഠിക്കാൻ വൈകിട്ടൊന്നുമില്ല, ഇനിയും പഠിക്കണം. ഇന്നത്തെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സ്വീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്വീറ്റ് വോയിസ് ആയിരുന്നു. മെലോഡിയസ് ആയിട്ട് ഇങ്ങനെ കണ്ണടച്ച് കേട്ടിരിക്കാൻ പറ്റിയ വരികളും അതിനെ പറ്റിയ മോളുടെ ഒരു പാട്ടും ഒക്കെ ആയിരുന്നു. ഗംഭീരമായിട്ട് പാടി. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. അതിലാ എന്തോ എന്ത് തോന്നി ജഡ്ജ്മെന്റ് ഒക്കെ കേട്ടിട്ട്? നന്നായിട്ട് തോന്നി. നന്നായിട്ട് തോന്നിയോ? ശരിക്കും തോന്നിയോ? എന്നെ പേടിപ്പിക്കണ്ട, ഞാൻ പേടിക്കില്ല. അപ്പൊ അങ്ങനെ എന്നെ പേടിപ്പിക്കണ്ട, ഞാൻ പേടിക്കില്ല. ഇതിപ്പോ 5th വീക്കാണ് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ അല്ലേ? ഈ മ്യൂസിക് ഇടുന്നതിന് മുമ്പ് ഞാൻ ഡെയിനോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഡെയിൻ പറയാറുണ്ടല്ലോ എന്റെ മെയിൻ ഐറ്റം ഡേഞ്ചർ സോൾ ആണെന്ന്. ഇല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ എന്റെ മെയിൻ ഐറ്റം മാത്സ് ആണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആൻസർ. കണക്കൂട്ടലുകൾ എനിക്ക് എപ്പോഴും തെറ്റാറുണ്ട്. ആ മ്യൂസിക് ഇടണം കേട്ടോ. ചെറിയ ചോദ്യാ. അയ്യോ, കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദിക്കും. കിട്ടിയില്ല. അവര് ഗൂഗിളിൽ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു പാനയ്ക്കും ഒരു പെൻസിലിനും കൂടി 18 രൂപ. ഒരു പാനും ഒരു പെൻസിലും. ഒന്നാമത് ഞാൻ 18 രൂപയുള്ള പാനും പെൻസിലും ഉപയോഗിക്കാറില്ല. 5 രൂപയുടെ പാനും 5 രൂപ ഇപ്രാവശ്യം എന്തായാലും ഉപയോഗിച്ചു. ഓക്കെ, 18 രൂപ. രണ്ടിനും കൂടി 18 രൂപ. പെൻസിലിനേക്കാളും 4 രൂപ കൂടുതലാണ് പാനയ്ക്ക്. ഓക്കെ, പെൻസിലിനേക്കാളും 4 രൂപ കൂടുതലാണ് പാനയ്ക്ക്. അപ്പൊ പാനയ്ക്ക് എത്ര വില ആയിരിക്കും? ചേച്ചി ഉത്തരം പറയണ്ട, ഞാൻ പറയാം. ഉള്ളിൽ വരുന്നുണ്ട് ഉത്തരം. ഉള്ളിൽ ഡെയിന്റെ ഊഴമാണ്. ഓക്കെ, അങ്ങനെ രക്ഷപ്പെടണ്ട. 7 ആണോ? പേനയുടെ വില ചോദിച്ചേ. പേനയുടെ വില ചോദിച്ചു. പെൻസിലിന് 7 ആണെങ്കിൽ 11. കറക്റ്റാ. ഞാൻ പോട്ടെ. കൈയടിക്കരുത്, പ്രോത്സാഹനം എനിക്ക് ഇഷ്ടമല്ല പ്ലീസ്. അതെ ആതിര, ഞാൻ ഇനി ടെൻഷൻ എടുപ്പിക്കുന്നില്ല. ഒരു കാര്യം പറയട്ടെ, ആതിര സേഫ് ആണ്. പോലെ താങ്ക് യു.
ഓക്കെ, അപ്പൊ അതിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് മാത്രമല്ല ചോദ്യം, അവർക്കും വേണം ചോദ്യം. അവർ മാർക്ക് കുറച്ചിട്ടാൽ ഒരു ചോദ്യം അവിടേക്ക് ചോദിക്കുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ചേച്ചി, മാത്സിലുള്ള എന്റെ വൈഭവം കണ്ട് എന്ത് തോന്നി? ഭയങ്കര അഭിമാനം തോന്നി. എവിടെന്നാ മോനെ നീ ഇതൊക്കെ പഠിച്ചത്? സ്കൂളിൽ നിന്ന്. പക്ഷെ തോന്നിയില്ല. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞ ടീച്ചേഴ്സൊക്കെ ഒരേ സ്വരത്തിൽ പറയായിരുന്നു ഇവനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൊണ്ടും മിടുക്കനാണ്. മിടുക്കനാണ്. ദൈവത്തിന്റെ ഒരു വിധി അല്ലേ, ഭാഗ്യം കൂടി വേണമെന്നാണ് എല്ലാരും പറയുന്നത്. ചേച്ചി ഭാഗ്യമുണ്ടോന്ന് നോക്കാം എനിക്ക്. അപ്പൊ എന്തായാലും ചേച്ചിക്കാണോ എനിക്കാണോ ഭാഗ്യം എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. പക്ഷെ ഭാഗ്യം പരീക്ഷിക്കാൻ അടുത്ത മത്സരത്തിൽ തയ്യാറെടുത്ത് നിൽക്കുവാണ്. വിളിക്കും. അപ്പൊ അടുത്ത മത്സരത്തിൽ വിളിച്ചാലോ? തീർച്ചയായിട്ടും. ചാപ്റ്റർ 3 വിന്നറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ആതിര. റൊമാൻറ്റിക് സോങ് റൗണ്ടാണ് കിട്ടിയേക്കുന്നത്. കഴിഞ്ഞ തവണ ഡ്യുവറ്റ് റൗണ്ടായിരുന്നു. ജോബി ചേട്ടൻ്റെ കൂടെ തകർത്തു പാടാൻ സാധിച്ചിരുന്നു. റൊമാൻറ്റിക് സോങ്ങായി ഞാൻ എടുത്തിരിക്കുന്നത് കണ്ണാടി കൂടുംകൂട്ടി എന്ന് പറയുന്ന ചിത്രച്ചേച്ചി പാടിയ സോങ്ങാണ്. ഇതും നന്നായി പാടാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആതിര, എന്തോ ഇതെന്താണ് ഈ വേഷത്തിന്റെ പിന്നിലെ ആ ഒരു സ്റ്റോറി? ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? കണ്ണാടി കൂടുംകൂട്ടി. ആഹാ, കറക്റ്റ്. ആ Okay. പാട്ടിന് പറ്റിയ വേഷമാണ് കേട്ടോ. റൊമാൻറ്റിക് സോങ് റൗണ്ട് ആണ് അപ്പോ ലോട്ടെടുത്ത് കിട്ടിയത് അല്ലേ? എന്തായാലും മനസ്സിൽ ഭർത്താവിനെ ആലോചിച്ച് നല്ല റൊമാൻറ്റിക് പെർഫോമൻസ് നടത്തിക്കോളൂ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. रे
സൂപ്പർ സൂപ്പർ. ശരി ആതിര, ഇപ്പൊ സ്വന്തമായിട്ട് വിലയിരുത്തുമ്പോ നന്നായി പാടിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് മഞ്ജരിയോട് ചോദിക്കാം. മഞ്ജരി, ആ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. താങ്ക് യു. അസലായിരുന്നു. ഒന്നാമത് എനിക്ക് ആതിരനെ കാണുമ്പം ഭയങ്കര ഒരു സന്തോഷം. എന്തുമാത്രം കളറാണ് ആ ഉടുപ്പില്. ആ കളേഴ്സ് വരുമ്പം തന്നെ ഭയങ്കര പ്ലെസന്റാണ്. നമുക്കിങ്ങനെ എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ് എനർജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കണ്ടുകൊണ്ടിരിക്കാൻ. എന്തായാലും നന്നായിട്ട് പാടി. താങ്ക് യു. ആതിര ഇന്ന് വരെ പാടിക്കൊണ്ടുവന്നതുപോലെ വളരെ കടുകട്ടിയായിട്ട് രണ്ടുപേര് പാടിയോ പാട്ട് ഒറ്റയ്ക്ക് നിന്ന് പാടി. അതുകൊണ്ട് തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അസലായിട്ട് പാടുകയും ചെയ്തു. അത് ലിറിക്ക് മാറിയോ? ചെറുതായിട്ടാണോ വലുതായിട്ടാണോ? ആതിരയുടെ ചിരി ആ സമയത്ത് മാത്രം ഒന്ന് ഡിമ്മായി പോയി. അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും ആ ഗോൾഡൻ ബസർ നഷ്ടപ്പെടുത്തിയ. അതെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആരോടാണ് ചോദ്യം? ആർക്കും വേണമെങ്കിൽ പറയാം. ആർക്കും വേണമെങ്കിൽ ഉത്തരം അറിയുന്ന ആർക്കും വേണമെങ്കിൽ ഉത്തരം പറയാം. ആർക്കും വേണമെങ്കിൽ പറയാം. ഓക്കെ. അതായത് ഇപ്പൊ റൊമാൻറ്റിക് റൗണ്ട് അല്ലേ? അപ്പൊ ഒരു കാമുകി കാമുകൻ അങ്ങനെ ഇരിക്കുന്ന രണ്ടുപേര്, അതായത് ഒരു സ്ത്രീ ഒരു പുരുഷനോട് നോ 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 എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്. ഏതാണ് ആ പാട്ട്? എനിക്ക് ഇഷ്ടമല്ലടാ. അല്ല, പറഞ്ഞ ഇത് ആർക്കും പറയാം. അവിടെ എവിടെ നോ? മലയാളത്തിൽ നോന്നേ പറയുള്ളൂ ഈ പാട്ടില്. നോ നോ പാടില്ല, പാടില്ല. ആ നോ. ഇതിലപ്പുറം ഇങ്ങനെ ക്ലൂ എന്നാലും എന്തെങ്കിലും മനസ്സിലാവും. ഒരു ക്ലൂ കൂടെ. ആ കിട്ടി. ഏതാ? സുന്ദരനോ സൂര്യനോ ചന്ദ്രനോ ബാക്കി എന്തിരനോ. എന്നിട്ട് നോ ഇല്ല അതില്. ആ നോയല്ല. ആനോ അല്ല. അത്ര ക്ലെവർ ഉണ്ടല്ലേ? ആനോ ഓക്കെ. പക്ഷെ ബാക്കി എന്താ? അതും കൂടെ പറ. ബാക്കി പാട്ടില് നോ ഇല്ല. ഇത് ഫുൾ പാട്ട് നോയാ? ഫുള്ള് പാട്ട് നോ ആണ്. മഞ്ജരിയുടെ മുമ്പിൽ തോൽക്കുന്നത് ഞങ്ങൾ ഒരു അഹങ്കാരമായി കാണുന്നു. ഞങ്ങൾ തോറ്റാന്നിരിക്കുന്നു. പറഞ്ഞോളൂ. നളചരിതത്തിലെ നായകനോ നന്ദനവനത്തിലെ ഗായകനോ അഞ്ചിതൾ പൂക്കൾ കൊണ്ടം അമ്പുകൾ തീർത്തവൻ അവനാഴി നിറയ്ക്കുന്ന കാമദേവനോ. ആനോ. പിന്നെ ബാക്കി പാട്ടിൽ മുഴുവൻ നോ. ഇത് മധുവാണോ ഇരിക്കുന്നത്? ശരി, അപ്പോ മഞ്ജരി എന്തായാലും കഴിഞ്ഞ ആഴ്ച പ്ലാൻ ചെയ്ത ചോദ്യമായിരുന്നെങ്കിലും ഈ പ്രാവശ്യം ഹിറ്റ് ആയിട്ടുണ്ട് ഈ ചോദ്യം. കഴിഞ്ഞ ആഴ്ച പ്ലാൻ ചെയ്തതൊന്നല്ല, ഇത് വേറെ സ്ഥലത്ത് പൊക്കിയതാ. ഓക്കെ, അപ്പൊ താങ്ക് യു മഞ്ജരി. ഗായത്രി വളരെ ഗംഭീരമായി പാടി. അതിഗംഭീരമായി പാടി. എനിക്ക് ഒരു സ്ഥലത്ത് മാത്രം ആ ചരണത്തിന്റെ അവസാനം ഭയങ്കര ലോ ഒക്ടേവിൽ പോകുന്നില്ലേ, അത് പൂക്കും. ഇത് തീരെ കേൾക്കണ്ടായിരുന്നില്ല ലോവർ ഒക്ടേവ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മൈക്ക് കുറച്ചുകൂടി അടുപ്പിച്ച് പാടുക, കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പാടുക. കാരണം നമ്മളെല്ലാ ടോൺ, ഒരു സ്ഥലത്തെ ടോൺ ഭയങ്കര വോളിയത്തിൽ കേൾക്കുക, നെക്സ്റ്റ് സ്ഥലത്തെ ടോൺ തീരെ കേൾക്കാതിരിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അത് മാത്രം എനിക്ക് തോന്നിയത്. ആ ഒരു ചാലഞ്ച് എടുത്തതിന് ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇനിയിപ്പോൾ മുംബൈയിൽ വന്ന് ഡാണ്ടിയൊക്കെ കളിക്കാം കേട്ടോ. നവരാത്രി ദിവസങ്ങളിൽ ഒരു 10 ദിവസം വരിക ബോംബെയിൽ, എന്നിട്ട് പ്രൊഫഷണൽ ഡാണ്ടിയ ഡാൻസറായിട്ട് ഡാൻസ് ചെയ്യാം. അത്ര രസമുണ്ട് കാണാനായിട്ട്. സോ ലവ്ലി. ഗുഡ്. ഗായത്രി, ഞങ്ങൾക്ക് വേണ്ടി ആ ഡാണ്ടിയ പാട്ടിലെ ഒരു 4 വരി ഞങ്ങൾ ചൂട് വയ്ക്കാം. മഞ്ജരി ആശ്രയിച്ച് പോന്നോളൂ. നിങ്ങൾ 3 പേര് പോന്നോളൂ. നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. ഗായത്രി, അപ്പൊ പാട്ട് പാടാൻ റെഡി ആണല്ലോ? അപ്പൊ ആശ്രയിച്ച് മഞ്ജരി നമ്മളെല്ലാരും ചൂട് വയ്ക്കുന്നു. नज़रों के अनजाने जहां से लाई मैं तो लाई बहारों के अफसाने भी वहां से आई मैं तो आई नज़रों के अनजाने जहां से लाई मैं तो लाई बहारों के अफसाने भी वहां से ना मुझे छूना ना दूर ही रहना परी हूँ मैं परी हूँ मैं परी हूँ मैं परी हूँ मैं आई मैं तो आई नज़रों के अनजाने ही जहाँ से लाई मैं तो लाई बहारों के अफसाने ही वहाँ से ആഹാ, ഗംഭീര നൃത്തം, ഗംഭീര ഗാനം, ഗംഭീര പെർഫോമൻസ്, മൊത്തത്തിൽ കലക്കി. അപ്പൊ എന്തായാലും നമ്മുടെ ജഡ്ജ്മെന്റ് മഞ്ജരിയുടെയും ഗായത്രിയുടെയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആശ്രയിച്ച് മാത്രം കമന്റ് പറഞ്ഞാൽ മതി. എന്ത് പറയാനാ, അത്ര രസമായിരുന്നു. അതിനുള്ള സമ്മാനമാണ് ഇവിടെ വന്ന് ഡാൻസ് ചെയ്തത്. ചേർന്നോളൂ കേട്ടോ. നല്ലൊരു ചക്കര കുട്ടിയാണ്.
അതിൽ നന്നായി പാട്ട് പാടിയതുകൊണ്ട് നല്ല കമന്റ്സ് കേട്ടു. ഇതാ ഗായത്രിയും മഞ്ജരിയും കൂടി നമുക്ക് വേണ്ടി ഒരു ഡാൻഡിയെ പാട്ട് പാടി തന്നു, നമ്മൾ നൃത്തം ചെയ്തു. അപ്പൊ പിന്നെ അധികം ടെൻഷൻ എടുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട. റിസൾട്ട് പെട്ടെന്ന് പറയണോ അതോ ടെൻഷൻ എടുപ്പിക്കണോ? വേണ്ട. അപ്പൊ എന്തായിരിക്കും റിസൾട്ട്? സേഫ് ആയിരിക്കും. സേഫ് ആയിരിക്കണോ? ആയിരിക്കോ? സേഫ് ആണ്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ എന്തായാലും ഇതാ ഈ ഒരു വീക്കിൽ നിന്ന് നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. ഓക്കെ. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ആ ചെയർ മിസ്സായി, അടുത്ത പ്രാവശ്യം പിടിക്കാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.